ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു ഇൻഫോസ് DG മീഡിയ. ഇന്ന് നമ്മുടെ ഉമ്മാൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ്, അതായത് പുളിയും മുളകും, അതായത് ഒരു അടിപൊളി കൊതിയൂറും മീൻ കറി. നമ്മുടെ ഉമ്മയുടെ സീക്രട്ട് റെസിപ്പിയാണ്, ഉമ്മ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് വേണ്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തക്കാളി വേണം ചെറുത്, ഒരു 4 കൊച്ചുള്ളി വേണം, പിന്നെ നമുക്ക് വേണ്ടുള്ള 2 തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളിയും, ഒരു നെല്ലിക്ക വലിപ്പത്തിലൊരു പുളിയും പിഴിയുക. അതിനകത്ത് കുറച്ച് നമ്മൾ ചട്ടി വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, പിന്നെ ഉലുവ ഇട്ട് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ 3 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് വരണം. തക്കാളി വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത തീ അങ്ങ് നന്നായിട്ട് കുറയ്ക്കും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ ഉമ്മയുടെ സീക്രട്ട് റെസിപ്പിയാണ്, തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. തീ നന്നായിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു കേട്ടോ. നന്നായിട്ട് കുറച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ഭംഗിയാട്ടോ കാണാൻ തന്നെ. എന്നിട്ട് നമ്മളൊരു ജാർ എടുക്കുക, അതിലോട്ട് ഈ ഒരു കൂട്ട് നമ്മൾ ജാറിലിടുക. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളി വെള്ളം ഇതിലോട്ട് ലേശമായിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എത്ര പുളി വേണം. പുളിയും മുളകുമാണ് മീൻകറി. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൂട്ട് കിട്ടും. നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കൂട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കറിവേപ്പില തണ്ട് അങ്ങോട്ട് കീറിയിട്ട് കഴിഞ്ഞാണ്ടല്ലോ അന്തസ്സായിട്ട് നല്ല സൂപ്പർ പുളിമുളകും സെറ്റാവും. എന്നിട്ട് നമ്മൾ തീ അങ്ങോട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ആ തിള വരുന്ന കാണാം. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 തക്കാളിയും കൂടി നമുക്ക് കടിക്കാൻ കിട്ടേണ്ട തക്കാളി, അതൊരു പ്രത്യേക സുഖം കേട്ടോ. അതും കൂടി കഴിഞ്ഞത് ആ തിളച്ച് വരുന്നുണ്ട് നമ്മളെ കറി. അപ്പം നമ്മൾ ഇന്നിവിടെ എടുത്തേക്കുന്ന പരവയാണ് കേട്ടോ. എൻ്റെ ഇക്കടെ ഫേവററ്റ് ആണ് പരവ. ആ ഒരു മീൻ കുഞ്ഞു പരവയാണ് കേട്ടോ, ചെറിയ പരവയാണ്. ആ ഒരു തിളച്ച പുളിയും മുളകിനകത്തോട്ട് ആ പരവ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആ പരവയ്ക്കകത്ത് അരപ്പൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ സംഭവം സൂപ്പറായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വായിൽ നല്ല വെള്ളം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. സംഭവം സാധനം എന്താ സെറ്റായിട്ടുണ്ട്. നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങളും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് ഇനിയും കാണുമ്പോഴേക്കും ബൈ.